റോമാലേഖനം അതിൻ്റെ 8-ാം അധ്യായം. നമുക്ക് എല്ലാവർക്കും ദൈവവചനം എടുക്കാം, ബൈബിൾ എടുക്കാം. റോമാലേഖനം അതിൻ്റെ 8-ാം അധ്യായം, അതിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ നമ്മൾ വായിച്ച് ധ്യാനിച്ച് അടുത്ത ആരാധനയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങൾ. ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡീകരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. ആമേൻ. ദൈവവചനം പറയുകയാണ്, ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. എത്ര പേര് വിശ്വസിക്കുന്നു, കർത്താവേ അവിടുത്തെ ആത്മാവ്, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളിൽ വസിക്കുന്നു, ഞങ്ങൾ ആത്മീയരാണ്, ജഡത്തിൻ്റെ ഇഷ്ടത്തിനല്ല ഞങ്ങൾ ജീവിക്കുന്നത്, ദൈവഹിതത്തിന്, ആത്മാവിൻ്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കുന്നവരാണ് കർത്താവേ. ഞങ്ങൾ ജഡികരായി ഇനി ജീവിക്കത്തില്ല, ഞങ്ങൾ ആത്മീയരായി ജീവിക്കും. ഞങ്ങളുടെ ജഡത്തിൻ്റെ ആഗ്രഹമല്ല ഞങ്ങൾ തൃപ്തിപ്പെടുത്തുന്നത്, ആത്മാവിൻ്റെ ഇഷ്ടമനുസരിച്ച്, ആത്മാവിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്നവരാകുവാൻ ദൈവമേ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന. അവിടെ വചനം പറയുകയാണ്, ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആത്മീയരാണ്, ജഡികരല്ല. വീണ്ടും അതിന്റെ താഴെ പറയുകയാണ്, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. യേശു ക്രിസ്തുവിനുള്ളവനല്ല, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ. നമ്മൾ നോക്കിയ ആ ഒരൊറ്റ വാക്യത്തിൽ തന്നെ ദൈവത്തിന്റെ ആത്മാവ് അപ്പോസ്തലനായ പൗലോസ്ലീഹയുടെ 2 കാര്യങ്ങളാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഒന്ന്, ദൈവത്തിന്റെ ആത്മാവാണ് മനുഷ്യന്റെ ഉള്ളിൽ വസിക്കേണ്ടത്. വീണ്ടും അടുത്ത വാക്യത്തിൽ, അതേ വാക്യത്തിൽ തന്നെ പറയുകയാണ്, യേശുവിന്റെ ആത്മാവില്ലാത്തവൻ യേശുവിനുള്ളവനല്ല, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളതല്ല. അപ്പൊ ഇവിടെ യേശു ദൈവമാണ് എന്ന് വ്യക്തമായി വെളിപ്പെടുത്തുന്നു. യേശു താൻ ദൈവമാണ് എന്ന് ഇത് അപ്പോസ്തലൻ പറയുക. കാരണം ദൈവത്തിന്റെ ആത്മാവ് എന്ന് ആദ്യം പറഞ്ഞിട്ട് തൊട്ട് അടുത്ത് പറയുകയാണ്, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളതല്ല. ഇനി 10-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അതിന് ക്ലാരിറ്റി കിട്ടും. 10-ാം വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. എന്നാൽ നിങ്ങളുടെ ശരീരം പാപനിമിത്ത് മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. ആമേൻ. ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും, നമുക്കൊക്കെ അറിയാം നമ്മളെല്ലാവരും മരിക്കും. ഈ ഭൂമിയിൽ അനേക വർഷം ജീവിക്കുന്നവർ വളരെ കുറവാണ്. 70, ഏറിയാൽ 80, കൂടിപ്പോയൊരു 100, ഏറ്റവും കൂടിയാൽ ഒരു 100 110 വയസ്സ് വരെയൊക്കെ ജീവിക്കാം, അല്ലേ? ഇവിടെ കുറച്ച് പേർക്കൊക്കെ ആഗ്രഹമുണ്ട്. നമ്മുടെ ഫിലോമിന അമ്മച്ചിയൊക്കെ 100 കഴിഞ്ഞിട്ട് 110 കഴിഞ്ഞിട്ട് പോകുന്നുള്ളതാണ് തീരുമാനം എടുത്തേക്കണമെന്ന് തോന്നുന്നു. അമ്മച്ചി ഒരു ചിരി ഇരിക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ 110 കഴിഞ്ഞിട്ടേ വിടുന്നുള്ളൂ എന്തായാലും. അപ്പോൾ ചിലർക്ക് ആഗ്രഹമുണ്ട് അത്രയും വയസ്സിൽ കൂടുതൽ, കുറച്ചുകൂടി കൂടുതൽ, 110 120 എത്ര വേണമെങ്കിലും പോവാൻ. എന്തായാലും എത്ര പോയാലും നമ്മൾ മരിക്കും, ഉറപ്പാണ്. മാക്സിമം പോയാൽ 120, അതും പോയാൽ അതിൽ നിന്നും താഴോട്ട് പോരും. എന്തായാലും മരിച്ചേ പറ്റൂ. എത്ര കാലം നമുക്ക് ജീവൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയും? അപ്പോൾ ആദമൊക്കെ ജീവിച്ച കാലമുണ്ട്, അല്ലെങ്കിൽ അബ്രഹാം ജീവിച്ച കാലഘട്ടം, ഇത്രയൊന്നും നമുക്കൊരിക്കലും സാധ്യതയില്ല ഇന്നത്തെ കാലഘട്ടം അനുസരിച്ച്. എല്ലാവരും ജഡത്തിൽ മരിക്കും. ജഡത്തിൽ എല്ലാ കാലവും ജീവിച്ചിരിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. കാരണം വചനം പറയുകയാണ്, നിങ്ങൾ പാപം, എന്നാൽ നിങ്ങളുടെ ശരീരം പാപം നിമിത്തം മൃതരാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. അതായത് യേശു ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ, കാരണം യേശു, നമ്മൾ സുവിശേഷത്തിൽ, യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു തന്നെ പറയുന്നുണ്ട്, പിതാവ് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും താൻ ആഗ്രഹിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. കാരണം യേശു ദൈവമായതുകൊണ്ട് അവൻ ആഗ്രഹിക്കുന്നവർക്ക് ജീവൻ പകരുന്നു. യോഹന്നാന്റെ സുവിശേഷം വീണ്ടും പറയുകയാണ്, നിങ്ങൾ ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് കുടിക്കട്ടെ, കാരണം ജീവന്റെ ജലം, ജീവന്റെ അരുവി എന്നിലൂടെയാണ് ഒഴുകുന്നത്. യേശുവാണ് ജീവന്റെ ഉറവിടം. യേശു പറയുകയാണ്, എന്നിൽ, നിങ്ങളിൽ ഞാനുണ്ടെങ്കിൽ, യേശുവുണ്ടെങ്കിൽ, യേശുവിന്റെ ആത്മാവുണ്ടെങ്കിൽ നിങ്ങൾ ജീവനുള്ളവരാണ്, നിങ്ങളുടെ ആത്മാവ് ജീവനുള്ളതാണ്. നിങ്ങളുടെ ജഡം പാപം നിമിത്തം മരിക്കുമെങ്കിലും നിങ്ങളുടെ ജഡം മരിച്ചാലും ആത്മാവ് ജീവനുള്ളതായി മാറും. കാരണം ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ, യേശുവിന്റെ ആത്മാവ് നിങ്ങളിലുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ഉറപ്പാണ്, യേശുവിന്റെ ആത്മാവ് നിമിത്തം നമുക്ക് ജീവനിൽ നിറഞ്ഞു നിൽക്കുവാൻ സാധിക്കും. എത്ര
എത്ര പേര് വിശ്വസിക്കുന്നു കർത്താവേ, നിന്റെ ആത്മാവ് എൻ്റെ മേൽ, നിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ, ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ മേൽ പകരണമേ, ഞങ്ങളുടെ മേൽ കടന്നു വരണമേ. യേശുവിൻ്റെ ആത്മാവ് ഞങ്ങളുടെ മേൽ എപ്പോഴും എപ്പോഴും ജീവനുള്ളതായി വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു. യേശുവാണ് നമ്മുടെ രക്ഷകൻ, യേശുവാണ് നമ്മുടെ സർവശക്തൻ, യേശുവാണ് നമ്മുടെ സകലതും. കർത്താവേ, അവിടുന്ന് രക്ഷകനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിന്റെ കരം എൻ്റെ മേലൊന്ന് വെക്കണമേ, എന്നെ ഒന്ന് ശുദ്ധി ചെയ്യണമേ. എൻ്റെ പാപമാലിന്യങ്ങളെ, എൻ്റെ ശരീരത്തിൻ്റെ, എൻ്റെ ജഡത്തിൻ്റെ പാപമാലിന്യങ്ങളെ അവിടുന്ന് നീക്കണമേ, അവിടുന്ന് കഴുകണമേ, അവിടുന്ന് ശുദ്ധി ചെയ്യണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചേ. എൻ്റെ പ്രിയനെ, യേശുവേ രക്ഷക, എൻ്റെ മേലൊന്ന് കടന്നു വരണമേ. നിന്റെ കരം എൻ്റെ മേലൊന്ന് വെക്കണമേ, എന്നെ ഒന്ന് ശുദ്ധിയുള്ളവനാക്കണമേ, എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണമേ എന്ന് ഒന്ന് അതരം തുറന്ന്, ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ. പ്രിയനേ യേശുവേ രക്ഷക, പ്രിയനേ യേശുവേ രക്ഷക, നിൻ കരമിൻ മേൽ വയ്ക്കാൻ ശക്തി ചെയ്യണേ. നിൻ കരമെന്മേൽ വയ്ക്കാം, നിൻ കരമിൻ മേൽ വയ്ക്കാൻ ശുദ്ധി ചെയ്യണമേ ദൈവമേ. ചെയ്യണേ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അതരം തുറന്ന് എല്ലാവരും പാടി, അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. കർത്താവേ, എൻ്റെ ഉള്ളിൽ അവിടുന്ന് വന്ന് വസിക്കണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണമേ. യേശുവിന്റെ ആത്മാവേ, അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണമേ. യേശുവിന്റെ ആത്മാവ് ഞങ്ങളിലുണ്ടെങ്കിൽ പാപം നിമിത്തം ഞങ്ങളുടെ ജഡം മരണപ്പെടുമെങ്കിലും ആത്മാവ് ജീവനുള്ളതായി ദൈവസന്നിധിയിലേക്ക് ഉയർപ്പിക്കുമെന്ന്, ദൈവത്തിലായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഇപ്പോൾ മരിച്ചാലും, ഈ നിമിഷം മരിച്ചാലും യേശു ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നുവെങ്കിൽ, ദൈവമേ നീ ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നുവെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ജഡത്തിലുള്ള ഞങ്ങളുടെ മരണം ഈ ലോകത്ത് നിന്നുള്ള വേർപാടാണെങ്കിലും എൻ്റെ ദൈവസന്നിധിയിൽ ഞങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, അത് ഞങ്ങളുടെ നീതി നിമിത്തമല്ല, എൻ്റെ യേശുവിന്റെ കാൽവരിയിലെ ക്രൂശ് നിമിത്തം, അവന്റെ നീതി നിമിത്തം, അവന്റെ നീതിയുള്ള ആത്മാവ്, നീതിയുള്ള ശക്തി ഞങ്ങളിൽ വസിക്കുന്നത് നിമിത്തം ആത്മാവ് ജീവനുള്ളതായി മാറുമെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാകയാൽ യേശുവേ, ഇന്ന് അവിടുത്തെ ആത്മാവിനെ, ഇന്ന് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. ഞങ്ങളുടെ ചിന്തകളെ, ഞങ്ങളുടെ ഇഷ്ടങ്ങളെ വെണ്മയുള്ളതാക്കി മാറ്റണമേ. ഞങ്ങളുടെ ഇഷ്ടങ്ങളെ വെണ്മയുള്ളതാക്കി യേശുവിൻ്റെതാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയം ചിന്തകൾ ഇഷ്ടങ്ങൾ ഹൃദയം ചിന്തകൾ ഇഷ്ടങ്ങൾ വെണ്മയായി തീരട്ടെ, വെണ്മയായി തീരട്ടെ. കരങ്ങളെ വിരിച്ച് കർത്താവിന്റെ
എല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. കർത്താവേ, ഞങ്ങളുടെ മേലുള്ള എല്ലാ അശുദ്ധികളെയും അവിടുന്ന് എടുത്തു മാറ്റണം. യേശുവേ, എന്റെ കരങ്ങൾ, എന്റെ പാദങ്ങൾ, എന്റെ പാതകൾ അവിടുന്ന് വെണ്മയുള്ളതാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഞങ്ങൾ നടന്ന വഴികൾ യേശുവേ നിന്റേതല്ലാത്ത വഴികളിലൂടെ ഞങ്ങൾ നടന്നിട്ടുണ്ട്. യേശുവേ, ദൈവം ആഗ്രഹിക്കാത്ത, ദൈവം ഇഷ്ടപ്പെടാത്ത വഴികളിലൂടെ പലപ്പോഴും ഞങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. ഇന്ന് ഈ രാത്രിയിൽ ഞങ്ങൾ ആരാധിക്കുമ്പോ ഞങ്ങളുടെ പാതകളെ അവിടുന്ന് നേരെയാക്കണമേ. യേശുവിന്റെ വഴികളിലൂടെ, യേശു ആഗ്രഹിക്കുന്ന ദൈവഹിതപ്രകാരമുള്ള വഴികളിലൂടെ മാത്രം നടക്കുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. ഈ കൂട്ടായ്മയിലുള്ള ഓരോ മക്കളെയും ശക്തിപ്പെടുത്തണമേ. യേശുവേ, ശക്തിപ്പെടുത്തണമേ. അപ്പാ, കരങ്ങളെ ഉയർത്തി എന്ന് പറഞ്ഞ കർത്താവേ, ഞങ്ങളുടെ കരങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ പാദങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. ദൈവഹിതപ്രകാരം ഞങ്ങളുടെ പാതകളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ വഴികളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾ പോകുന്ന വഴികൾ, ഞങ്ങൾ നടക്കുന്ന വഴികൾ ദൈവത്തിന്റെ വഴികളാകുവാൻ യേശുവേ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. അപ്പാ, നിന്റെ കരത്തെ പിടിച്ചുകൊണ്ട്, യേശുവേ നിന്റെ കരത്തിൽ പിടിച്ചുകൊണ്ട് ഞങ്ങൾ നടക്കുവാൻ, ഞങ്ങളുടെ കഷ്ടതയുടെ നാളുകളിൽ, ഞങ്ങളുടെ ദുഃഖത്തിന്റെ നാളുകളിൽ ഞങ്ങൾ നിന്റെ തോളിലേറ്റി നടത്തുവാൻ തക്കവണ്ണം യേശുവേ, നല്ല ഇടയനായ ദൈവമേ, ഞങ്ങളെ നടത്തണമേ. അപ്പാ, ഞങ്ങളെ നടത്തണമേ ദൈവമേ. എൻ കരങ്ങൾ, പാദങ്ങൾ, പാതകൾ, എന്റെ കരങ്ങൾ, എൻ കരങ്ങൾ, പാതകൾ, പാതകൾ വെണ്മയായി തീരട്ടെ. വെണ്മയായി തീരട്ടെ എന്നേതാമെല്ലാം. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ശുദ്ധിയെല്ലാം ചാരമാകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. എല്ലാവരും അധരം തുറന്ന് പാടിയേ, അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. കർത്താവേ, നിന്റെ വചനം പറയുന്നു, ഒരുവന്റെ ശരീരത്തിൽ അവന്റെ കണ്ണുകൾ വിശുദ്ധമെങ്കിൽ അവന്റെ ശരീരം മുഴുവൻ വിശുദ്ധമുള്ളതായിരിക്കും. കർത്താവേ, ഞങ്ങളുടെ കണ്ണുകൾ പലപ്പോഴും ഞങ്ങളുടെ നിയന്ത്രണത്തിൽ അല്ലാതെ പോയിട്ടുണ്ട്. യേശുവേ, ഞങ്ങളുടെ നിയന്ത്രണത്തിൽ നിന്നും അകന്ന് ഞങ്ങളുടെ കണ്ണുകൾ പലപ്പോഴും പാപത്തിൽ വീണ് പോയിട്ടുണ്ട്. യേശുവേ, ഞങ്ങളുടെ കണ്ണുകളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കാതുകളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ അധരങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ അധരങ്ങളെ വെണ്മയുള്ളതാക്കി മാറ്റണമേ. മറ്റുള്ളവർക്ക് വേണ്ടി നന്മ സംസാരിക്കുവാൻ, ദൈവഹിതം മാത്രം സംസാരിക്കുവാൻ, ദൈവത്തിന്റെ നാവ് പോലാകുവാൻ ഞങ്ങളുടെ നാവുകളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. ഒന്ന് ശക്തിയോടെ പ്രാർത്ഥിച്ചേ. നമ്മൾ പലപ്പോഴും
കൊണ്ട് നമുക്ക് തന്നെ ശാപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ നാവ് കൊണ്ട് നമുക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ അനുഗ്രഹത്തെ തടയുന്ന തരത്തിൽ നമ്മുടെ നാവിനെ വ്യർത്ഥമായി ഉപയോഗിച്ചിട്ടുണ്ട്. ഒരിക്കലും എനിക്ക് കഴിയത്തില്ല, എനിക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല, എനിക്ക് വിജയിക്കാൻ കഴിയത്തില്ല എന്ന് പലപ്പോഴും നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കർത്താവിനോട് പറഞ്ഞേ, കർത്താവേ ഞാൻ വിജയിക്കും എൻ്റെ യേശുവിന്റെ നാമത്തിൽ. എന്നിൽ എൻ്റെ യേശു വസിക്കയാൽ, എന്നിൽ എൻ്റെ യേശു വസിക്കുന്നതിനാൽ ഞാൻ വിജയിക്കും, ഞാൻ വിജയിക്കും, ഞാൻ വിജയിക്കും. ശക്തിയോടെ ഈ നാവ് കൊണ്ട് നേറ്റു പറഞ്ഞേ, കർത്താവേ പലപ്പോഴും ഈ നാവ് കൊണ്ട് ഞാൻ നെഗറ്റീവായി സംസാരിച്ചിട്ടുണ്ട്, മറ്റുള്ളവർക്ക് ദോഷമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് ഈ നാവ് കൊണ്ട്, എൻ്റെ ഈ നാവ് കൊണ്ട് ഞാൻ എൻ്റെ യേശുവിനെ ഏറ്റുപറയുന്നു. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ യേശു എൻ്റെ ഉള്ളത്തിലുള്ളയായി ഞാൻ വിജയിക്കും. ഞാൻ ഒരു സ്ഥലത്തും പരാജയപ്പെടത്തില്ല. എൻ്റെ യേശു ഉള്ളതിനാൽ ഞാൻ വിജയിക്കും. കണ്ണുകൾ, കാതുകൾ, ബന്ധങ്ങൾ, നമ്മുടെ കണ്ണുകളെ സമർപ്പിക്കാം. കണ്ണുകൾ, നമ്മുടെ കാതുകളെ സമർപ്പിച്ചു, എല്ലാ ബന്ധങ്ങളെയും സമർപ്പിക്കാം. എല്ലാം വെണ്മയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. തീരട്ടെ കരങ്ങളെ വിരിച്ചുകൊണ്ട് അതിനെ തുറന്ന് കർത്താവിന്റെ സന്നിധിയിൽ അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ആമേൻ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ മഹത്വപ്പെടുത്തുന്നു. നമുക്കറിയാം ദൈവസന്നിധിയിൽ കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ചൊരു ദൈവമാണ്. നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കാത്തുപരിപാലിക്കുന്ന ഒരു ദൈവമാണ്. പലപ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന വഴികളിലൂടെ അല്ല നമ്മൾ നടന്നിട്ടുള്ളത്. ദൈവഹിതത്തിനനുസരിച്ചിട്ടല്ല നമുക്ക് നടക്കാൻ പറ്റിയത്. നമുക്ക് ആഗ്രഹമുണ്ട്, കർത്താവെ നീ ആഗ്രഹിക്കുന്ന വഴികളിലൂടെ, നീ ഇഷ്ടപ്പെടുന്ന വഴികളിലൂടെ, നീ ചൂണ്ടിക്കാണിക്കുന്ന വഴിയിലൂടെ, ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന് പറയുമ്പോൾ അതിലൂടെ മാത്രം നടക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ദൈവത്തിന്റെ പ്രവാചകനായ യോന പ്രവാചകൻ, ആകെ 4 വളരെ ചെറിയൊരു പുസ്തകമാണ് യോനായുടെ പുസ്തകം. യോനയുടെ പുസ്തകത്തില് ദൈവം യോനായോട് പറഞ്ഞു, യോന നീ ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നീ പോകണം, ഞാൻ പറയുന്ന ദേശത്ത് നീ ചെല്ലണം, അവിടെ നീ സഞ്ചരിക്കണം, അവിടെയുള്ള ജനത്തോട് നീ പറയണം, ഇതാ നാശം കടന്നു വരുന്നു, കഷ്ടത വരുന്നു, പ്രതികൂലങ്ങൾ വരുന്നു, അതുകൊണ്ട് നിങ്ങൾ ചാക്കുടുത്ത് ചാരം പൂശി അനുതപിച്ചില്ലെങ്കിൽ ദൈവത്തിന്റെ അഗ്നി ഇതാ നിന്റെ ദേശത്തേക്ക് വരാൻ പോകുന്നു എന്ന് നീ പ്രവചിക്കണം. അവനോട് പറഞ്ഞു, യോന നീ നിനവയിലേക്ക് പോകണം. യോനയ്ക്ക് ആഗ്രഹമുണ്ട്, കാരണം ദൈവത്തിന്റെ പ്രവാചകനാണ് യോന. ദൈവത്തിന്റെ ഇഷ്ടം പറയുവാൻ ദൈവം തെരഞ്ഞെടുത്തവനാണ് യോന. എന്നാൽ യോന നിനവയിലേക്കല്ല പോകുന്നത്, താർശീശിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നത്. നിനവയിലേക്ക് പോകാൻ പറഞ്ഞ യോനയെ നമ്മൾ കാണുന്നത് അവൻ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതാണ് കാണുന്നത്. എന്നാൽ ദൈവം അവിടെ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അല്ലയോ യോന, നീ എത്ര എന്നിൽ നിന്നും അകന്നു പോകാൻ ആഗ്രഹിച്ചാലും, നീ എത്ര എന്നിൽ നിന്നും വിട്ടകന്നു പോകാൻ, നീ എന്നിൽ നിന്നും മറഞ്ഞിരിക്കാൻ ആഗ്രഹിച്ചാലും, അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവൻ, ഈ ഭൂമിയുടെ സൃഷ്ടാവായ ദൈവം നിന്റെ കൂടെയുള്ളതിനാൽ നിന്നെ തിരിച്ചു വിളിക്കും, നിന്നെ പിടിച്ചിരിക്കും, നീ പോകത്തില്ല. അവിടെ നമ്മൾ കാണുന്നുണ്ട് യോനായെ കടലിലേക്ക് എറിയുന്നത് നമ്മൾ കാണുന്നുണ്ട്.
അവിടെ ഒരു ചെറിയൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചു. അതായത് അവർക്ക് മനസ്സിലായി കപ്പൽ മുങ്ങാൻ പോവുകയാ, ഒരു തരത്തിലും ഇത് കരയ്ക്കടുക്കത്തില്ല എന്നൊരു കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ കപ്പൽ മുങ്ങും എന്ന് അവസ്ഥ വന്നപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങൾ കടലിലേക്ക് വലിച്ചെറിയാൻ തുടങ്ങി. കാരണം ഇനി മുന്നോട്ട് പോകാൻ, അതായത് ജീവൻ നിലനിർത്താൻ കഴിയാത്തപ്പോൾ ഇനി ഭക്ഷണം എന്തിനാ, വെള്ളം എന്തിനാ, അതെങ്കിലും ഒഴിവാക്കി അതിൻ്റെ കനം കുറഞ്ഞ് അതിൻ്റെ ഭാരം കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഏതെങ്കിലും കരയ്ക്ക് ഈ കാറ്റിന് അനുകൂലമായി ഈ കപ്പലൊന്ന് അടുത്താൽ ജീവനെങ്കിലും നിലനിർത്താലോ എന്ന് കരുതി അവരവരുടെ ഉള്ളിലുണ്ടായിരുന്ന, ആ കപ്പലിലുണ്ടായിരുന്ന വസ്തുക്കൾ മുഴുവൻ വലിച്ചെറിയാൻ തുടങ്ങി. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചോ, യഥാർത്ഥ പ്രശ്നം വലിച്ചെറിയാതെ, യഥാർത്ഥ പ്രോബ്ലം എന്താണോ അത് വലിച്ചെറിയാതെ ഒരിക്കലും കാറ്റ് ശാന്തമാകത്തില്ല, കടൽ ക്ഷോഭം മാറത്തില്ല, പ്രതികൂലങ്ങൾ മാറത്തില്ല എന്ന് നമുക്ക് വ്യക്തമായി കാണിച്ചു തരികയാ യോനായുടെ പുസ്തകത്തിലൂടെ. കാരണം യോനായോട് അവർ വന്ന് ചോദിക്കുക, ഉറങ്ങിക്കിടന്ന യോനായോട് വന്ന് ചോദിക്കുക, യോന നീ ആരാണ്, നീ എവിടെയുള്ളവനാണ്, നീ ആരെ ആരാധിക്കുന്നു, നിന്റെ ദൈവം ആരാണ്, ഇതാ കാറ്റും കടലും ക്ഷോഭിക്കുന്നു, നീ ഒന്ന് ദൈവത്തെ ആരാധിച്ച് എങ്ങനെയെങ്കിലും നമ്മുടെ ജീവനെ ഒന്ന് രക്ഷപ്പെടുത്തി. അപ്പൊ യോന വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഇതൊന്നും വലിച്ചെറിഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഗോതമ്പോ പൊടികളോ ഭക്ഷണ സാധനങ്ങളോ വെള്ളം ഇതൊന്നും വലിച്ചെറിഞ്ഞിട്ട് കാര്യമില്ല. യഥാർത്ഥ പ്രശ്നത്തെ വലിച്ചെറിയാതെ ഈ കപ്പൽ ഒരിക്കലും അത് പടകിന്റെ അടുത്തോട്ട് എത്തത്തില്ല, അത് എത്തിച്ചേരേണ്ടടുത്ത് ചെല്ലത്തില്ല. ഈ യഥാർത്ഥ പാപത്തെ നീ വലിച്ചെറിയണം. അവിടെ യോന പറയുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നം ഞാനാ, നിങ്ങൾ എന്നെ വലിച്ചെറിയൂ, അതോടുകൂടെ നിങ്ങൾ എത്തിപ്പെടേണ്ട സ്ഥലത്തെത്തും. നിങ്ങളുടെ പ്രശ്നം ഞാനാ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, പലപ്പോഴും നമ്മൾ കർത്താവിൻ്റെ വഴികളിലൂടെ നടക്കണമെന്ന ആഗ്രഹമുണ്ട്, ഇഷ്ടമുണ്ട്, അവൻ്റെ ശബ്ദം കേൾക്കണം, പ്രവാചകന്മാർ പറയുന്നത്, ദൈവദാസന്മാർ പറയുന്നത്, ദൈവവചനം പറയുന്നത്, ദൈവത്തിൻ്റെ ദൂതുകൾ ഇതനുസരിച്ച് പ്രവർത്തിക്കണം. പക്ഷെ പലപ്പോഴും നമ്മൾ നേരെ ഡീവിയേറ്റ് ചെയ്ത് പലതിലേക്ക് പോകും. വചനം പറയുക, നിന്റെ പാപത്തെ വലിച്ചെറിയാതെ, നിന്റെ പാപത്തെ വലിച്ചെറിയാതെ, അതിനെ നീ ഉപേക്ഷിക്കാതെ നീ ആഗ്രഹിക്കുന്ന പടവിലേക്ക് നീ എത്തത്തില്ല. മകനെ മകളെ, ഇന്ന് നിന്റെ പാപത്തെ നീ വലിച്ചെറിയാൻ തീരുമാനമെടുത്ത, ഇന്ന് നിന്റെ പാപത്തെ നീ പുറത്താക്കാൻ തീരുമാനമെടുത്ത, അവിടെ രക്ഷ കടന്നു വരികയാണ്. ആ നിമിഷം രക്ഷ കടന്നു വരികയാണ്. നമുക്കറിയാം, യോനായെ വലിച്ചെറിഞ്ഞതോടുകൂടെ അവരുടെ പ്രശ്നം തീർന്നു, അവരുടെ പ്രതികൂലങ്ങൾ മാറി. അത് ആ കാറ്റും കടലും ശാന്തമായി. യോനായെ വിഴുങ്ങാൻ ദൈവം ഒരു മത്സ്യത്തെ നിയോഗിക്കുകയും ചെയ്തു. 1 യോഹന്നാൻ അതിന്റെ 2-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 യോഹന്നാൻ അതിന്റെ 2-ാം അധ്യായം 24-ാം വാക്യം. ആരംഭം മുതൽ നിങ്ങൾ ശ്രവിച്ചത് നിങ്ങളിൽ നിലനിൽക്കട്ടെ, അത് നിങ്ങളിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും നിലനിൽക്കും. ആമേൻ. ദൈവവചനം പറയുകയാണ്, ആദ്യം മുതൽ, ആരംഭം മുതൽ നിങ്ങൾ കേട്ടത്. ഒന്നുകൂടി വായിച്ചോ ബ്രദറെ. ആരംഭം മുതൽ നിങ്ങൾ ശ്രവിച്ചത്, നിങ്ങൾ കേട്ടത് നിങ്ങളിൽ നിലനിൽക്കട്ടെ, അത് നിങ്ങളിൽ നിലനിൽക്കുമെങ്കിൽ, അത് നിങ്ങളുടെ ഉള്ളിൽ നിലനിന്നാൽ നിങ്ങൾ പുത്രനിലും പിതാവിലും നിലനിൽക്കും. ഓക്കെ, ആമേൻ. ദൈവവചനം പറയുകയാണ്, ആരംഭം മുതൽ, ആദി മുതൽ, അനാദി മുതൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു. നമ്മൾ ശ്രദ്ധിച്ചോ, കുറച്ച് വചനങ്ങൾ ഞാൻ വായിപ്പിക്കുന്നില്ല, നമ്മുടെ ആ ഓർമ്മയിൽ എടുക്കുക. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് എർത്ത്. അത് തുടങ്ങിയിട്ടാണ് ദൈവവചനം തുടങ്ങുന്നത്. ആദിയിൽ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം, ആദിയിൽ ദൈവവചനം, പിതാവിനോട് കൂടെ ആയിരുന്ന വചനം, ദൈവത്തോടു കൂടെ ആയിരുന്ന വചനം, ആ വചനം ഇതാ മാംസമായി നമ്മളുടെ ഇടയിൽ രക്ഷയായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. 1 യോഹന്നാൻ അതിന്റെ 1-ാം അധ്യായം അതിന്റെ തുടക്കം തന്നെ പറയുകയാണ്, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതുമായ ജീവന്റെ വചനം. വീണ്ടും യോഹന്നാൻ പറയുകയാണ്, ആദ്യം മുതൽ, അനാദി മുതൽ നിങ്ങൾ കേട്ടത്, നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ അത് നിങ്ങളെ പിതാവിലും പുത്രനിലും നിങ്ങളെ വസിപ്പിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾ രക്ഷ പ്രാപിക്കും. ഒന്നുകൂടി ആ വചനം വായിച്ചോ. ആരംഭം മുതൽ, ആദി മുതൽ, അനാദി മുതൽ നിങ്ങൾ കേട്ടത്, നിങ്ങൾ ശ്രവിച്ചത് നിങ്ങളിൽ നിലനിൽക്കട്ടെ. നിങ്ങളുടെ ഉള്ളിൽ നിലനിന്നാൽ, നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ, അത് നിങ്ങളിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും നിലനിൽക്കും. നിങ്ങൾ പുത്രനിലുമായിരിക്കും, പിതാവിലുമായിരിക്കും. അതായത് ട്രിനിറ്റിയുടെ ഒരു ഏകീകരണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൂർണ്ണമായ ഒരു സ്നേഹം നമ്മളിലേക്ക് കടന്നു വരും. പിതാവിൻ്റെ, പുത്രൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാന്നിധ്യം.
നമ്മൾ നേരത്തെ റോമാലേഖനം അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യം വായിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കും. വീണ്ടും വചനം പറഞ്ഞു യേശുവിൻ്റെ ആത്മാവ് നിങ്ങളിൽ ഉണ്ടാവും. അപ്പൊ ദൈവത്തിന്റെ ആത്മാവും യേശുവിന്റെ ആത്മാവും എന്ന് പറഞ്ഞ് ഇതാ യോഹന്നാൻ പറയുകയാണ്, ദൈവം പറഞ്ഞത്, ദൈവവചനം, ദൈവം സ്നേഹമാണെന്നുള്ള ഏക സത്യം, ആ സ്നേഹത്തിന്റെ പൂർണ്ണത നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ, അത് നിങ്ങളുടെ ഉള്ളിൽ നിലനിന്നാൽ, അത് നിലനിൽക്കുമെങ്കിൽ ദൈവവചനം പറയുകയാണ് പിതാവും പുത്രനും നിങ്ങളിലായിരിക്കും, നിങ്ങൾ പിതാവിലായിരിക്കും, നിങ്ങൾ പുത്രനിലായിരിക്കും, പുത്രൻ നിങ്ങളുടെ അകത്തായിരിക്കുമെന്ന് ദൈവവചനം പറയുകയാണ്. കൊളോസ് ലേഖനം 1-ാം അധ്യായം 27-ാം വാക്യം നമ്മളോട് ദൈവവചനം പറയുകയാണ്, ഇതാ ഒരു രഹസ്യം, ജീവന്റെ വചനമായ യേശു നിങ്ങളുടെ ഉള്ളിലുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്, നിങ്ങളുടെ ഉള്ളിലുണ്ട്. 2 കൊരിന്തോസ് അതിന്റെ 13-ാം അധ്യായം 5-ാം വാക്യം നമ്മളോട് പറയുകയാണ്, ദൈവവചനം നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കണം, യേശു എന്ന സത്യം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം വിശ്വസിക്കാം, നിങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല, നിങ്ങൾ വിജയിച്ചു, നിങ്ങളുടെ മുൻപിൽ ദൈവമുണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം. എപ്പോഴും നമ്മളൊരു കാര്യം തിരിച്ചറിഞ്ഞോ, നിന്റെ പാപത്തെ നീ ഓർക്കാത്തതാണ് പലപ്പോഴും, പാപം നീ തിരിച്ചറിയാത്തതാണ്, പാപത്തെ മനസ്സിലാക്കാത്തതാണ് നമ്മളിൽ നിന്നും ഈ ഒരു ദൈവ സാന്നിധ്യം അകന്നു പോകുന്നതിൻ്റെ കാരണം. ഒരു പാപബോധമില്ലാത്തത്, ഒരു പശ്ചാത്താപമില്ലാത്തത്. ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു, യേശുവാണ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നത്, യേശുവാണ് എന്നെ നടത്തുന്നത്, പരിശുദ്ധാത്മാവാണ് എന്നെ നടത്തുന്നത് എന്ന ചിന്ത നമുക്ക് പലപ്പോഴും ഇല്ലാതെ പോകുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. യോഹന്നാന്റെ ലേഖനത്തിൽ തന്നെ വചനം ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ നന്മയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ യേശുവിൽ നിന്ന് ജനിച്ചവരാണ്, വീണ്ടും ജനിച്ചവരാണ്. നിങ്ങൾ പാപം ചെയ്യുന്നെങ്കിൽ നിങ്ങൾ പിശാചിന്റെ സന്തതികളാണ്, നിങ്ങൾ പിശാചിൽ നിന്ന് ജനിച്ചവരാണ്. അപ്പോൾ അത് കർത്താവിനോട് ചോദിക്കും, കർത്താവ് ഞങ്ങൾ പാപം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പാപം ചെയ്യാതിരിക്കണം, വിശുദ്ധിയിൽ ജീവിക്കണം, കർത്താവ് ആഗ്രഹിച്ച വഴികളിലൂടെ നടക്കണം, ഇതൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ആഗ്രഹം അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. ദൈവം നമ്മളോട് പറഞ്ഞൊരു വാക്യമുണ്ട്, നിനക്ക് കഴിയാത്തതായ, നിനക്ക് താങ്ങാൻ കഴിയാത്തതായ ഒരു പ്രലോഭനവും നിന്റെ ജീവിതത്തിലേക്ക് വരത്തില്ല. നിനക്ക് താങ്ങാൻ കഴിയാത്തതായ യാതൊരു പ്രലോഭനവും നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരത്തില്ല. ഇത് കർത്താവ് നമുക്ക് നൽകിയ വാഗ്ദാനമാണ്. ഇപ്പോൾ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ ദൈവവചനത്തിലേക്ക് വന്ന സമയം, ആ കാലഘട്ടത്തിൽ, അതായത് ആദ്യമായി ദൈവവചനം കേട്ട നിമിഷത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ഇന്ന് അനുഭവിക്കുന്ന ഒരു ആത്മീയ പ്രതിസന്ധിയോ ഒരു ഭൗതിക പ്രതിസന്ധിയോ അന്ന് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമുക്ക് ഒരിക്കലും അത് താങ്ങാൻ പറ്റത്തില്ല. ഇപ്പോ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം, ഒരു പ്രോബ്ലം നമ്മുടെ മുൻപിൽ അന്ന് വന്നു കഴിഞ്ഞാൽ അന്നേ നമ്മൾ വിശ്വാസം വിട്ടു പോയേനെ, നമ്മളെല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോയേനെ, ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞു പോയേനെ. പക്ഷേ പടിപടിയായി നമ്മുടെ വളർച്ചയിൽ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ കടന്നു വന്നപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഏത് പ്രതിസന്ധിയെയും ഏത് പ്രതികൂലത്തെയും താങ്ങാൻ കഴിയുന്ന തരത്തിൽ ദൈവം നമ്മളെ വളർത്തി, ദൈവം നമ്മെ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇന്ന് എനിക്ക് താങ്ങാൻ കഴിയുന്ന ഒരു പ്രതിസന്ധി എനിക്ക് തരുന്നുള്ളൂ എന്ന് ദൈവവചനം പറയുമ്പോൾ നമ്മളൊരു കാര്യം ചിന്തിക്കണം, നീ പാപത്തിൽ വീഴാൻ പാടില്ല. കാരണം നിന്റെ മുൻപിൽ ഒരു പാപത്തിന്റെ പ്രലോഭനം വരുമ്പോൾ നിനക്ക് താങ്ങാൻ കഴിയാത്തതായ ഒരു പ്രലോഭനവും നമ്മുടെ മുമ്പിൽ വരുന്നില്ല. എന്നിട്ടും പോയി വീഴുന്നുവെങ്കിൽ നമ്മൾ ആ ന്യായീകരണം വരുത്തുന്നത്, ഇത്രയൊക്കെ പറ്റത്തുള്ളൂ, ഇതിനപ്പുറം പറ്റുന്നില്ലെന്ന്, എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ന്യായീകരണമാണ്. അവിടെ യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നത്, യേശുവിൻ്റെ ആത്മാവാണ് നിന്നിൽ ഉള്ളതെങ്കിൽ, നീ യേശുവിൽ വീണ്ടെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നീ വീണ്ടും ജനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നീ പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്നവൻ യേശുവിനെ അറിഞ്ഞിട്ടില്ല. കാരണം നമുക്കറിയാം, ഒരു പാപത്തിൻ്റെ പടിവക്കിലേക്ക് എത്തിയാലും അതിൻ്റെ അപ്പുറം കടക്കാതെ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് ദേഷ്യം വരും, പെട്ടെന്ന് നമ്മൾ ദേഷ്യപ്പെടും, ചിലപ്പോൾ കോപിക്കും, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും പാപത്തിൻ്റെ അതിർവരമ്പ് ഭേദിക്കാതെ, അതിലേക്ക് എത്താതെ പെട്ടെന്ന് നമുക്കൊരു തിരിച്ചുവരവുണ്ടാവും. അയ്യോ, പാപം ചെയ്തു പോയല്ലോ, ദൈവമേ ഞാൻ പാപിയാണല്ലോ, കർത്താവേ എന്നൊരു ബോധം നമുക്കുണ്ടാകും. നിങ്ങൾ അമിതമായ കോപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു യുദ്ധം നടക്കും. അയ്യോ, എന്തോ ഒന്ന്, അത്രയും പറയണ്ടായിരുന്നു, അത്രയും വേണ്ടായിരുന്നു,
അങ്ങനെ ചെയ്ത് ശരിയായില്ല എന്ന് ഉള്ളിലൊരു തോന്നൽ തോന്നും. കാരണം എന്താ? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് റിപ്പന്റ് ചെയ്യാൻ, ദൈവത്തിലേക്ക് ഒരു പശ്ചാത്താപം, കർത്താവെ ഞാൻ ചെയ്തു പോയി, യേശുവേ എന്നോട് ക്ഷമിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ എന്ന് കണ്ണുനീരോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയാൻ ദൈവം ഒരു അവസരമൊരുക്കും. ദൈവം ഒരു അവസരമൊരുക്കും. കാരണം അത് പിശാചിന് അവസരം കൊടുക്കരുത്. നിന്റെ കോപം പിശാചിനുള്ള ഒരു അവസരമാക്കി മാറ്റരുത് എന്ന് എഫേസ്യ ലേഖനം വ്യക്തമായി നമ്മളോട് ദൈവവചനം പറയുകയാണ്. നമ്മുടെ കണ്ണുകളെ കടച്ച്, കർത്താവേ യേശുവിൻ്റെ ആത്മാവ് ഞങ്ങളിൽ പൂർണ്ണമായി വസിക്കണമേ. പരിശുദ്ധാത്മാവേ അവിടുന്ന് ഞങ്ങളുടെ മേൽ വസിക്കണമേ. ട്രിനിറ്റി, ആ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഞങ്ങളുടെ ഉള്ളിൽ വന്ന് വസിക്കും. ദൈവത്തിൻ്റെ വചനം ആരനുസരിക്കുന്നുവോ, ആര് കേൾക്കുന്നുവോ, ആദ്യം മുതൽ അവിടുന്ന് പറഞ്ഞത് ആരുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്നുവോ, അത് ആരുടെ ഉള്ളിൽ ഇന്നും ഉണ്ടുവോ, അവൻ്റെ ഉള്ളിലേക്ക് യേശുവും പിതാവും പരിശുദ്ധാത്മാവും വരുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് ഞങ്ങളുടെ മേൽ കടന്നു വരും, ഇന്ന് ഞങ്ങളുടെ മേൽ വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ മേലുള്ള എല്ലാ പാപക്കറകളെയും എല്ലാ തിന്മകളെയും അവിടുന്ന് കഴുകണമേ. ഒരു പാപബോധം ഞങ്ങളിൽ ഉണർത്തണമേ. ഒരു പശ്ചാത്താപത്തിൻ്റെ ശക്തി ഞങ്ങളിൽ വളർത്തണമേ. ഒരു പാപത്തിൻ്റെ ബോധം ഞങ്ങളിൽ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുവേ, ഒരു പശ്ചാത്താപത്തിൻ്റെ ശക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ. കർത്താവേ, ഞങ്ങളെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് നിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളുടെ മേൽ ചൊരിയണമേ, നിന്റെ കരുണ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. കർത്താവേ എനിക്ക് കണ്ണീരോടും വിലാപത്തോടും പാപം ഞാനേറ്റു ഒരിക്കൽ കൂടി പാപബോധവും പശ്ചാത്താപവും കർത്താവേ എനിക്കേകണേ. അതിനം തുറന്ന് കണ്ണീരോടും വിലാപത്തോടും പാപം ഞാനേറ്റു ചൊല്ലിടാം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം, ആദം ചെയ്ത അതേ പ്രശ്നം തന്നെ. ആദത്തിന് അറിയാം ആ പഴം ഭക്ഷിക്കുന്നത് പാപമാണ്, തെറ്റാണ്. ദൈവം ആദത്തോട് പറഞ്ഞിട്ടുണ്ട്, ആദമേ നീ അത് ഭക്ഷിക്കരുത്, നീ അത് ഭക്ഷിക്കരുത്, നീ അത് ഭക്ഷിക്കരുത്. എന്നാൽ ഹവ്വ അവന് പഴം കൊടുക്കുകയും അവൻ ആ പഴം ഭക്ഷിക്കുകയും ചെയ്തിട്ട് ദൈവം ആദത്തോട് ചോദിക്കുക, ആദം നീ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ആദം പറയുക, നീ എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ, അവൾ എന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചു, അവൾ എന്നെ കൊണ്ട് ഈ പഴം ഭക്ഷിപ്പിച്ചു. നമ്മുടെ പാപം, അതിന്റെ കാരണം അന്യൻ, മറ്റൊരുവനാണെന്ന് ഒരു ന്യായവാദം നിരത്തിക്കൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ പാപങ്ങൾ ദൈവസന്നിധിയിൽ പോലും പറയുന്നത്. കർത്താവിന് അറിയാം നിന്റെ പാപം ഏത് വിധത്തിലാണ്, ഏത് തരത്തിലാണ്, അതിന്റെ ആഴം എത്രയാണ്, അതിന്റെ വലിപ്പം എത്രയാണ്, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. നമ്മൾ ഒരിക്കലും ഒരു ന്യായീകരണവും ദൈവസന്നിധിയിൽ വെക്കേണ്ടതില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് നമ്മുടെ കണ്ണുകളെ കടച്ച്, കർത്താവ് ഈ കാലം എത്രയും ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പാപം ഏറ്റുപറഞ്ഞപ്പോഴെല്ലാം മറ്റുള്ളവരെ പഴിചാരി, മറ്റുള്ളവരെ അതിന് ന്യായീകരണം നിരത്തിക്കൊണ്ട പലപ്പോഴും ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞിട്ടുള്ളത്. ഇന്ന് ഒരുവിധ ന്യായീകരണവുമില്ലാതെ, യാതൊരുവിധ ന്യായീകരണവുമില്ലാതെ കർത്താവേ നിന്റെ സന്നിധിയിൽ ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്ത്തി ദുർവിധികൾ ഞാൻ ചെയ്യില്ല. അന്യരെ താഴ്ത്തി ദുർവിധികൾ ഞാൻ ചെയ്യില്ല. പാപബോധവും പാപബോധവും
എനിക്കേകണേ. കണ്ണീരോടും വിലാപത്തോടുമേ പാപം ഞാനേറ്റു ചൊല്ലിടാം. ഒരിക്കൽ കൂടി പാപബോധവും പാപബോധവും പശ്ചാത്താപവും കർത്താവേ എനിക്കേകണേ. കണ്ണീരോടും വിലാപത്തോടുമേ പാപം ഞാനേറ്റു ചൊല്ലിടാം. നീതിമന്യനായി അന്യനെ താഴ്ത്തി ദുർവിധികൾ ഞാൻ ചെയ്യില്ല. നീതിമന്യനായി അന്യരെ താഴ്ത്തി ദുർവിധികൾ ഞാൻ ചെയ്യില്ല. പാപകാരണം അന്യനാണെന്ന് ന്യായവാദവും ചെയ്യില്ല. പാപകാരണം അന്യരാണെന്ന് ന്യായവാദവും ചെയ്യില്ല. പാപബോധവും പശ്ചാത്താപവും കർത്താവേ എനിക്കേകണേ. കണ്ണീരോടും വിലാപത്തോടുമേ പാപം ഞാനേറ്റു ചൊല്ലിടാം. ദൈവമേ എന്നിൽ കനിയണമേ. പാപങ്ങൾ പൊറുക്കണമേ. ഘോരമാമെന്റെ അപരാധങ്ങൾ സനീനെന്നു മറക്കണമേ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ഏറ്റുപറയുന്ന കർത്താവേ, അവിടുത്തെ ശക്തിയാൽ, അവിടുത്തെ വിശുദ്ധിയാൽ ഞങ്ങളുടെ എല്ലാ പാപങ്ങളെയും കറകളെയും കർത്താവെ കഴുകണമേ. അവിടുന്ന് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഒരു ദൈവ സാന്നിധ്യം ഞങ്ങളുടെ മേൽ കടന്നു വരണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഞങ്ങളുടെ ഉള്ളത്തിൽ വസിക്കുവാൻ, ഞങ്ങളുടെ ജീവനിൽ എന്നും നിലനിൽക്കുവാൻ. കർത്താവെ, ഞങ്ങളുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും ഞങ്ങളുടെ ആത്മാവ് യേശുവിൻ്റെ ആത്മാവ് നിമിത്തം, പരിശുദ്ധാത്മാവ് നിമിത്തം അത് ജീവനുള്ളതായി മാറുവാൻ, അത് ഉയർപ്പിക്കപ്പെടുവാൻ, അത് മരണപ്പെടുന്ന നിമിഷം, ജഡത്തിൽ നിന്നും ഞങ്ങളുടെ ജീവൻ വേർപെടുന്ന നിമിഷം ദൈവസന്നിധിയിൽ കർത്താവിനോട് കൂടെ ആയിരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരിച്ച് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ മരണം ഞങ്ങൾക്ക് നേട്ടമാ, എന്നാൽ ആ മരണം എന്ന എല്ലാത്തിലും അവസാനിക്കുന്നതല്ല, ഒന്നിലും തീരുന്നതല്ല. കാരണം മരിച്ച് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നതാണ് കൂടുതൽ ശ്രേഷ്ഠമെന്ന് പറയുവാൻ എത്ര പേർക്ക് സാധിക്കും? കർത്താവേ, മരിച്ച് ഈ ജഡത്തിൽ മരിച്ച് ഈ ജഡത്തിൽ വേർപെട്ട് എൻ്റെ യേശുവിനോട് കൂടെ, എൻ്റെ യേശു ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിരക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ.